ഹായ്, നിങ്ങൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആണോ? നിങ്ങൾ ഗ്രൗണ്ടിൽ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്ലെയേഴ്സ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു വളരെ സിമ്പിൾ ലോജിക് മൂവ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു ഡിഫൻസീവ് പ്ലെയർ, സപ്പോസ് ഡിഫൻസ് ആണെന്ന് വിചാരിക്കുക, മറ്റേ ടീം അറ്റാക്ക് ചെയ്യുന്നു. സപ്പോസ് നമ്മൾ മറ്റേ അറ്റാക്കിംഗ് ടീം ഇവിടെയാണെന്ന് വിചാരിക്കുക, ആ അറ്റാക്കിംഗ് ടീം. അപ്പോൾ നമ്മൾ നാച്ചുറലി ഒരു പ്ലെയർ ഡിഫെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലെയറിന്റെ ജോലി എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷനിലുള്ള സപ്പോർട്ട്. ഈ സപ്പോർട്ട് നമുക്ക് കളിയിലുടനീളം കൊണ്ടുപോകാൻ പറ്റിയാൽ സൂപ്പർ ഗെയിം ആയിരിക്കും. ഏത് ടീമിനും കളിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത് ഗ്രൗണ്ടിന്റെ ഏത് മൂവ്മെന്റ് ആയാലും ഈ ട്രയാങ്കിൾ മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ടീമിന് എക്സലന്റ് ഒരു ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കളിക്കുമ്പോൾ ഒരു എന്തിനാ ട്രയാങ്കിൾ ഫോർമേഷൻ? ഒരു പ്ലെയറിന്റെ ബോൾ കിട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത പ്ലെയറിന് സപ്പോർട്ട് വരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ പ്ലെയർ ബീറ്റായി ഇപ്പുറത്തെ പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടെങ്കിൽ ഫുട്ബോളിൽ എക്സലന്റ് കവറിംഗ് ആയിരിക്കും. നമുക്ക് ടീം പ്രസിംഗ് എന്ന് പറഞ്ഞ ബേസിക്കലി ഈ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാകും. അതായത് ഒരു പ്ലെയർ ബീറ്റ് ആയാലും മറ്റേ പ്ലെയറിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ട്രയാങ്കിൾ ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ഡിഫെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഇത് നാച്ചുറലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ കാണാം.